സുഹൃത്തുക്കളൊക്കെ സൻവാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രണ്ടാം ഘട്ടം തണ്ണിമത്തൻ കൃഷി ചെയ്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൂത്തും കായ്ച്ചും തുടങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ പൂവും കായും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സീസൺ മാറിയത് കൊണ്ട് ഞാൻ കാര്യമായ രീതിയിൽ രണ്ടാമത് കൃഷി ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പം കൂടുതൽ വിളവ് കിട്ടി കായ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് സെയിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലും കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വിൽക്കാവുന്ന രീതിയിൽ മാത്രമാണ്. കുറച്ചാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് പോകും, അല്ലെങ്കിൽ നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 120 ചുവട് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു 5-10 എണ്ണം നട്ടാൽ പോലും നമുക്ക് വീടിന് ആവശ്യമായ തണ്ണിമത്തനും കിട്ടും. ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല. ഇത് നമ്മൾ ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. കുറച്ച് വളവും ചെയ്ത് കൊടുക്കണം. ഓപ്പൺ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കണത് മൾച്ചിങ് ഷീറ്റിലാണ് ചെയ്തേക്കണത്. രാവിലെ ആയതുകൊണ്ട് പരാഗണം നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെയല്ലേ ഇടയ്ക്കിടയ്ക്ക് കിടപ്പുണ്ട്. ഇത് നമ്മൾ പൊക്കി എടുക്കാഞ്ഞിട്ടാണ്. കാരണം പൊക്കി വരുമ്പം അതിൻ്റെ നാമ്പൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ധാരാളം കായ കിടപ്പുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. അതിനകത്തൊക്കെ കിടപ്പുണ്ട്. ഇത് മറ്റേ യെല്ലോ തണ്ണിമത്തനാണ്. നേരത്തെ ഞാൻ ചെയ്ത മറ്റേ ഡാർക്ക് ഗ്രീൻ അല്ല, ഇത് യെല്ലോയാണ്. അത് മുറിച്ച് വരുമ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും അറിയാം, യെല്ലോ കണ്ടിട്ടുള്ളതാണെന്ന് അറിയാം. എന്നാലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുക. യെല്ലോ തണ്ണിമത്തൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യാം. മറ്റേ ധാരാളം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി വിറ്റതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.